ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പോൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ മിക്സിനെ പറ്റിയിട്ടാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മിക്സിംഗ് പരിപാടികൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ബീറ്റ് ചെയ്യുന്ന കുറേ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു മിക്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ഒരു വീഡിയോ നമ്മളങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ വളരെ ബേസിക് ആയിട്ടുള്ള മിക്സിംഗ് പരിപാടികളാണ്. ഒരു ബീറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിനെ വെച്ചിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ബീറ്റിൻ്റെ ഒരു ബ്രേക്ക് ഡൗണും കൂടെ കാണിച്ചിട്ട് നമുക്ക് നേരെ തുടങ്ങാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. സോ ഇതാണ് നമ്മൾ ചെയ്ത് വെച്ച ബീറ്റ്. അപ്പോൾ നമ്മൾ മെലഡി പോർഷൻ നമ്മൾ ആക്ച്വലി കുറച്ച് ലെയേഴ്സ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 നമ്മൾ 6 നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിംഫണി ഓർക്കസ്ട്രയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കാം. നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് കൊയറായിരുന്നു കൊടുത്തത്. രണ്ടാമത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വയലിൻ കൊടുക്കുകയാണ്. നമുക്ക് ചെല്ല കൊടുക്കാം. നമ്മുടെ അടുത്ത ലെയർ വീണ്ടും ഒരു വയലിനാണ്. വയലോസ് കൊടുക്കുക. ഈ സ്ട്രിങ്സിൻ്റെ തന്നെ നമുക്ക് ബേസ് കൊടുക്കാം. നമ്മളൊരു ഒക്ടേവ് കയറ്റി ബേസ് ഒന്നുകൂടെ കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ എനർജിക്കായിട്ട് നമ്മൾ സിന്ത് ബേസ് കൊടുക്കുകയാണ്. ഇനി മെലഡി മാത്രം ഒന്ന് കേട്ട് നോക്കാം. ഇനി നേരെ ഡ്രംസിലോട്ട് കയറാം. ആദ്യം തന്നെ ഹൈ ഹാറ്റ് കൊടുക്കാം. സ്നെയർ, ഓപ്പൺ ഹൈ ഹാറ്റ്, കിക്ക്, 808. സോ ബ്രേക്ക് ഡൗൺ അതായിരുന്നു. നമ്മൾ അത്യാവശ്യം കുറച്ച് ലെയേഴ്സ് പരിപാടികൾ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ഡ്രംസ് ഒരുപാട് നമ്മൾ മറ്റേ പെർക്കഷനൊന്നും കയറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ല. നമ്മൾ ഒരു ഹൈ ഹാറ്റും സ്നെയറും ഒരു ഓപ്പൺ ഹൈ ഹാറ്റും കിക്കും ഇതിന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നേരെ ഇനി മിക്സിലോട്ട് കിടക്കുന്ന സമയത്ത് മിക്സിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു സൗണ്ടായിട്ട് തന്നെ കണക്കാക്കി തന്നെ ചെയ്യണം. സൗണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതൊരു ഫ്രീക്വൻസി ആണെന്നുള്ളത് മനസ്സിലാക്കണം. സൗണ്ട് എപ്പോഴും അതൊരു ഫ്രീക്വൻസി ആണ് സൗണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി വെച്ചുള്ള കളിയാണ്. നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗണ്ട് പോലും ക്ലാഷ് ആവാത്ത രീതിയിൽ നമ്മൾ എല്ലാത്തിനെയും കേൾക്കണം എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ വേണ്ടതിനെ നമ്മളെല്ലാം ബൂസ്റ്റ് ചെയ്ത് വേണ്ടാത്ത കട്ട് ചെയ്ത് കളയും, നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ അത് നമ്മൾ EQയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. EQയിലാണ് മെയിനായിട്ട് ചെയ്യുക. EQയിൽ നമുക്ക് ആദ്യം നമുക്ക് വേണ്ടാത്ത കളയണം, പിന്നീട് നമുക്ക് വേണ്ടത് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. സോ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്നിൻ്റെ നമുക്ക് നമ്മുടെ ഈ ബീറ്റിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മിക്സിംഗ് പരിപാടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് EQing ആണ്. നമ്മളിവിടെ മെയിനായിട്ട് ഇന്നത്തെ ഈ വീഡിയോസിൽ നമ്മൾ EQയിലാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കവറപ്പ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നമുക്ക് സാധിക്കത്തില്ല ഇത് ചുരുങ്ങിയ സമയം കൊണ്ട്. സോ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ലെവൽസ് ചെയ്ത് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം EQവിന് മുന്നേ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് പാൻ ചെയ്ത് ഈ പറയുന്ന സൗണ്ട്സൊക്കെ ഒന്ന് സെറ്റാക്കി വേണം.
അപ്പോൾ S1 ഇമേജർ നമ്മുടെ വേവ്സ് പ്ലഗിൻ്റെ ഒരു വേവ്സിൻ്റെ ബണ്ടിൽ വരുന്നൊരു പ്ലഗിനാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന സൗണ്ട്സ് ഒന്ന് പാൻ ചെയ്ത് സെറ്റാക്കി നമുക്ക് ഇട്ട് നോക്കാം. തുടക്കത്തിൽ തന്നെ ലെഫ്റ്റിലോട്ടൊന്ന് പാൻ ചെയ്യാം. ട്രാക്ക് സോളോ ആക്കി കേപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ട്രാക്കിലോട്ട് സെയിം VST എടുത്തിടാം. നമുക്കിത് റൈറ്റിലോട്ട് പാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൊയറിനും കൂടെ നമുക്ക് ഈ VST എടുത്തിടാം. എന്നിട്ട് എനിക്ക് അതൊന്ന് കുറച്ചുകൂടെ വൈഡായിട്ട് കിട്ടണം കൊയറൊന്ന്. ഓക്കെ, അപ്പോൾ വയലിൻ്റെ നമ്മൾ ആദ്യത്തെ ട്രാക്കിൽ നമുക്കൊന്ന് എടുത്തിടാം. എനിക്ക് അതും കൂടെ ഒന്ന് സ്പ്രെഡായി കിട്ടണം. അപ്പോൾ നമുക്ക് ചെല്ലോനും കൂടെ നമുക്ക് ഈ പറയുന്ന എന്താ ഇമേജർ എടുത്തിട്ടൊന്ന് വിട്ടൊന്ന് നൈസായിട്ട് കൂട്ടാം. ഒരുപാടല്ല, ശകലം നൈസായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞു. നമ്മളപ്പം സ്റ്റീരിയോ ഇമേജർ ഇട്ടിട്ട് നമ്മളത് പാൻ ചെയ്ത് സ്പ്രെഡൊക്കെ ചെയ്ത് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് നേരെ EQയിലോട്ട് കിടക്കണം. അപ്പോൾ EQ ഞാൻ എടുത്തിട്ടുണ്ട്. EQ വരുന്നതാണ് ഇതിനകത്ത് ഏബിൾട്ടൻ്റെ ഇതിനകത്ത് കിടക്കുന്നതിൻ്റെ പേര്. സോ ഞാൻ EQയിനുള്ള സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ സൗണ്ടിനും വേണ്ട സൗണ്ട് വെച്ചിട്ട് ബാക്കി വേണ്ടാത്തത് എന്ന് തോന്നുന്ന ഫ്രീക്വൻസി എല്ലാം കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. EQയിൽ ആണ് ആ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ EQing ചെയ്യുന്ന സമയത്ത് ലോ ബേസ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലോ കട്ട് ചെയ്ത് കളയുന്നത് നമ്മൾ ഹൈ പാസ് ഇടണം. ഹൈ പാസ് ഫിൽറ്റർ ഇട്ട് നമ്മൾ ഇതുപോലെ ഇപ്പോൾ അങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും നമ്മൾ ഒരു ക്ലാരിറ്റി നമുക്ക് എത്രത്തോളം കൊണ്ടുവരുത്താൻ എവിടെ വെച്ചാലാണ് ക്ലാരിറ്റി നന്നായി കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അത് ഡ്രാഗ് ചെയ്യുക, വെക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ, ഏത് ഭാഗമാണ് നിങ്ങളുടെ സൗണ്ട് ഏതാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ട്രാക്കിലേക്ക് നമുക്ക് EQ എടുത്തിടാം. സോ EQയുടെ പേര് വരുന്നത് 8 പോയിന്റ് ഉള്ളതുകൊണ്ടാണ്. സോ 8 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് 8 പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഏത് ഫ്രീക്വൻസി ആണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് സെറ്റ് എടുക്കാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സിനുള്ള നമ്മൾ ബേസാണ് നമ്മൾ അതിൻ്റെ നൈസായിട്ട് കളയുക. കാരണം നമുക്ക് അനാവശ്യമായ ബേസ് കിടക്കുന്നിടത്ത് കളയാന്നുള്ളതാണ്. കാരണം നമുക്ക് അവിടെ വേറെ ഫ്രീക്വൻസീസ് വരും. നമ്മൾ കിക്കും 8 വരുന്ന ബേസ് ആയതുകൊണ്ട് അവിടെ വേറെ ക്ലാഷ് വരരുത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ വീണ്ടും ബേസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെവിക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നോക്കി ബൂസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ബൂസ്റ്റ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ബൂസ്റ്റ് ചെയ്യുക. അല്ലാത്തത് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് അകത്ത് ഇടുക. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞ് അടുത്ത ട്രാക്കിലേക്ക് നമുക്ക് EQ എടുത്തിടാം.
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് കയറ്റിടാം. അപ്പോൾ സംഭവം നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും ചെയ്യുന്നത്. ബേസിക് ഐഡിയ അത് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇതേ ഐഡിയ തന്നെ നമ്മൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടാത്ത ഫ്രീക്വൻസി നമ്മൾ കളയും. അല്ലാത്ത നമുക്ക് ഇന്ന ഇൻസ്ട്രുമെൻറ്റ്, ആ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ഏത് ഫ്രീക്വൻസിയാണ് വേണ്ടത്, ഏത് സൗണ്ടാണ് എടുത്ത് നിൽക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാത്തിനും ചെയ്യുന്നത്. ഇനി നമ്മളിടാൻ പോകുന്നത് ബാസിലോട്ടാണ്. അപ്പോൾ ബാസിൽ നമുക്ക് ബേസ് വേണം. നമുക്ക് വേണ്ടാത്ത അതിൻ്റെ ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ മുകളിൽ വരുന്ന വേറെ ബേസ് ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുകയും വേണം. സോ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതും കഴിഞ്ഞാൽ ഒരു സിന്ത് ബേസ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് എല്ലാത്തിനും ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ബേസ് വേണം. അപ്പോൾ ബേസ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ബേസ് അതിന് വെച്ചിട്ട് നമ്മൾ പിന്നീട് അതിൻ്റെ ഹൈ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അതാണ് അതിന് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട് ചെറിയൊരു കംപ്രഷൻ എടുത്തിടാം. ഞാൻ ഇടുന്നത് ഫാബ് ഫിൽറ്ററിലെ പ്രോ C2 ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ചെറിയൊരു കംപ്രഷൻ മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായ ഒന്നും ചെയ്യാനൊന്നുമില്ല. സോ നിങ്ങൾക്ക് ബീറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലൊക്കെ തന്നെ നിങ്ങൾ ഈ ബീറ്റിൻ്റെ പേര് നേരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് DM ചെയ്യുക. ബീറ്റ് അവൈലബിൾ ആണ്. ഇത് എവിടെയും സോൾഡ് ഔട്ട് ആയി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാസ്റ്ററിങ്ങിന് നിങ്ങൾക്ക് ആളെ നോക്കി നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് പരിപാടികൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നേരെ DM ഒന്ന് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഡ്രംസിലോട്ട് കയറാം. അതിന് ഐഹാറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഐഹാറ്റിനെ സംബന്ധിച്ച് ഐഹാറ്റിനെ ഹൈ മാത്രം മതി. അത് നമുക്ക് സ്ക്രീനിൽ നോക്കാം. ഐഹാന ഹൈ ആണ് അതിന് വേണ്ടത്. ഹൈ മാത്രം മതി. വേറെ ഒന്നും ബാക്കിയൊക്കെ അടിക്കുന്നതൊക്കെ വെറുതെയാണ്. അപ്പോൾ നമുക്ക് അത് മാത്രം അത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ സ്നെയറിലോട്ട് കയറാം. സ്നെയർ ആകുമ്പോൾ സ്നെയറിൻ്റെ ഒരു മിഡ് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കത് മാത്രം മതി. ബാക്കിയൊന്നും സ്നെയറിനും വേണമെന്നില്ല. എങ്കിലും ഈ ഓരോ സ്നെയർ അനുസരിച്ച് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു സൗണ്ടിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചാക്കലൊരു കുട്ടിക്ക് ബേസ് കുറച്ചും കൂടെ ഒരു മിഡ് ലോ റേഞ്ച് കുറച്ചും വേണ്ടി വരും. ഇതൊരു അങ്ങാത്തിരണമാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഹൈ മിഡ് നമുക്കൊന്ന് നൈസായിട്ടൊന്ന് പൊക്കി വിടണം. ആൻഡ് സൗണ്ടൊന്ന് നൈസായിട്ട് കുറച്ച് വെക്കാം. ഓക്കെ, നമുക്കിനി ഓപ്പൺ ഹൈ ഹാറ്റ് നമുക്ക് EQ ചെയ്യാം. ഓപ്പൺ ഹൈ ഹാറ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹൈ മാത്രം
നമുക്ക് കിക്ക് കൊടുക്കാം. കിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസ് ആണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആ EQ നമ്മൾ അതിനകത്തിട്ട് പോരാത്തതിന് ഡ്രം ബേസ് കൂടെ നമ്മൾ ഇട്ടിരുന്നത് കിക്കിന് കൂടുതൽ പവർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ 808 ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രം ബേസും കൂടെ കയറ്റിയിടാം. ഡ്രം ബേസിൽ നമുക്ക് ആക്ച്വലി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഏതാണ് അതിനകത്ത് കയറി പോകുന്നുള്ളത് നമുക്ക് വേണ്ട പോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ബേസിക് ആയിട്ടുള്ള നമ്മുടെ മിക്സിംഗ് പരിപാടി അതാണ്. EQing മെയിനായിട്ട് ചെയ്ത് പരിപാടികൾ സെറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് വേണ്ട ഫ്രീക്വൻസി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്താണ് ലെവലിംഗ് പരിപാടികൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നേരെ പോയി EQ ചെയ്തിട്ട് പോയി ലെവൽസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെവൽസ് സെറ്റ് ചെയ്തിട്ട് EQ സെറ്റ് ചെയ്യാം. അത് നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഏതാണെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇന്ന ഒരു സാധനം ചെയ്യുമ്പോൾ അത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇപ്പോൾ EQing ആണെന്നുണ്ടെങ്കിൽ EQing എന്ത് ചെയ്യുന്നു, എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അത് ഓരോ സൗണ്ടിനും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് കഴിഞ്ഞിട്ട് മറ്റേ ചെയ്താലും പ്രശ്നമില്ല, അത് ചെയ്തിട്ട് ഇത് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് ആ സാധനം വ്യക്തമായി വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് പക്ക ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ മെസ്ഡപ്പ് ആകും. നമുക്ക് തന്നെ ഒരു ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നുള്ള സാധനത്തിലേക്ക് വരും. നമുക്കൊരു വിഷൻ അടിക്കണം, എന്താണ് വരേണ്ടതെന്നുള്ളൊരു സാധനം നമ്മളതിലേക്ക് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ EQ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കംപ്രഷനും. കംപ്രഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും EQ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് അവിടെ യൂസ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചോദ്യം. അപ്പോൾ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ, അല്ലാത്ത പക്ഷെ നമുക്ക് യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. സോ ദാറ്റ്സ് എ ബേസിക് മിക്സിംഗ് പരിപാടീസ്. അപ്പോൾ നമ്മൾ ഈ ബീറ്റ് ആക്ച്വലി ഫുള്ള് നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് ഫുൾ ബീറ്റ് പോകുന്നത് എന്നുള്ളതൊന്ന് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. Intro. Hey. Let's go. And 3, 2, 1, go. Hey, hey, hey. Hey, hey, hey. Hey, hey, hey. Hey, hey, hey. Hey, hey. Hey. Hey, hey, hey. വേഴ്സോടെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ലെറ്റ്സ് ഗോ. Hey, hey. വേഴ്സറി. Hey, hey, hey. Hey, hey. Hit it, hit it. സ്വിച്ച് വന്നു. ലെറ്റ്സ് ഗോ. Hit it, hit it, hit it, hit it, hit it, oh, hit it, hit it, hey, hey, hey. വീണ്ടും സ്വിച്ച് വരാൻ പോവാണ്. Let's go. Hey, 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 hey. Hit it, hit it, hit it, hit it, hit it, hit it,
ലെറ്റ്സ് ഗോ. അടുത്ത സ്വിച്ച്. ലെറ്റ്സ് ഗോ. യെസ്, നമ്മൾ നേരെ ബ്രിഡ്ജ് കയറാൻ പോവാണ്. ഓക്കെ, ബ്രിഡ്ജ് കയറി. നമ്മളിവിടെ വേഴ്സ് നമുക്ക് ഫസ്റ്റും സെക്കൻഡ് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു പരിപാടിയല്ല, നമ്മൾ കുറച്ചും കൂടെ വലിയൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോഴാണ് ലാസ്റ്റ് നമ്മൾ ബ്രിഡ്ജ് വന്നു, നേരെ ഹുക്കിലോട്ട് കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഏയ് 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 Let's go. ഓട്ടോ വരുന്നുണ്ട്. 3, 2, 1 go. Let's go. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.